ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയും ബ്രിട്ടനും എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളെയും ബാധിക്കാറുണ്ട്. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണവും അതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനെക്കുറിച്ചും സുരക്ഷ, സൈനിക സഹകരണം, ഊർജം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളുമാണ് ചർച്ചയിൽ പ്രധാനമായും ഉൾപ്പെട്ടത്. എന്നാൽ ഈ ചർച്ചയ്ക്ക് പിന്നാലെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സഹകരണം ലോക സമാധാനത്തിനും മറ്റു രാജ്യങ്ങൾക്കും എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബെൻഹാമുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് അറിയിച്ചത്. പുതിയ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുകയും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ നേരിൽ കൂടിക്കാഴ്ച നടത്താമെന്നും ട്രംപ് അറിയിച്ചു. ഇതോടെ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ചർച്ചയിൽ പ്രധാനമായി പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായി ഇവിടെ സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കടലിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കുഴിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കാനുള്ള നടപടികൾക്കായും സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മേഖലയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം ഉണ്ടാക്കുന്നത് ഭാവിയിൽ പുതിയ സംഘർഷങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. നോർത്ത് സീയിലെ എണ്ണ ഖനന പദ്ധതികളും ചർച്ചയിൽ ഇടം നേടി. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ എണ്ണ ഉൽപാദനം തുടരേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിലപാട്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്ന് ലോകത്തോട് പറയുന്ന രാജ്യങ്ങൾ തന്നെയാണ് കൂടുതൽ എണ്ണ ഖനനത്തിന് പിന്തുണ നൽകുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സാമ്പത്തിക താൽപര്യവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം പലരും ചൂണ്ടിക്കാണിക്കുന്നു. സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ വലിയ രാജ്യങ്ങൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് ചെറിയ രാജ്യങ്ങൾ ആശങ്ക സൃഷ്ടിക്കുമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായം പറയുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ലോക സമാധാനത്തെ ബാധിക്കാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ ബ്രിട്ടനിലെ രാഷ്ട്രീയ മാറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ്. കെയർ സ്റ്റാർമർ രാജിവെച്ചതിന് പിന്നാലെയാണ് ആൻഡി ബെൻഹാം പ്രധാനമന്ത്രിയെ അധികാരമേറ്റത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബ്രിട്ടന് നിരവധി പ്രധാനമന്ത്രിമാർ മാറേണ്ടി വന്നത് രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഭരണ നേതാക്കൾ മാറുമ്പോഴും ജനങ്ങൾ സ്ഥിരതയുള്ള ഭരണമാണ് പ്രതീക്ഷിക്കുന്നത്. അധികാരമേറ്റ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ബ്രിട്ടനിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് മടുപ്പുണ്ടായതായി ബെൻഹാം സമ്മതിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെ ചില സാമ്പത്തികവും രാഷ്ട്രീയമായ തീരുമാനങ്ങൾ രാജ്യത്തെ പല മേഖലയിലും പിന്നോട്ടടിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലണ്ടനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള വികസന നയങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്നും അദ്ദേഹം വിലയിരുത്തി. ഇനി അധികാരം കൂടുതൽ പ്രാദേശിക തലങ്ങളിലേക്ക് എത്തിക്കാനാണ് തന്റെ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പാക്കിയ സ്വകാര്യവൽക്കരണ നയങ്ങളും ബ്രിട്ടനിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ചില പൊതുമേഖലാ സേവനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് മാറിയതോടെ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെന്നും വിമർശനമുണ്ടായി. മറുവശത്ത് ഇത്തരം നടപടികൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായകരമാകുമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം. ആയതിനാൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും പൊതുസേവനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ബെൻഹാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായുള്ള അടുത്ത ബന്ധം തുടർന്നുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ വിലയിരുത്തുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം വിദേശ ബന്ധങ്ങളും സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പുതിയ സർക്കാരിന്റെ വലിയ വെല്ലുവിളിയായിരിക്കും. അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള പുതിയ ചർച്ച ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തമാക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. സുരക്ഷ, ഊർജം, സൈനിക സഹകരണം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. അതേസമയം ഇത്തരം തീരുമാനങ്ങൾ ലോകരാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുക. പുതിയ ബ്രിട്ടീഷ് സർക്കാരിന്റെ ആഭ്യന്തര നയങ്ങളും അമേരിക്കയുമായുള്ള ബന്ധവും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ലോകം ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.